നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് കൂട്ടാനയെ കുത്തിയ സംഭവത്തിൽ വനം വകുപ്പ് കേസെടുത്തു. നാട്ടാന പരിപാലന ചട്ടലംഘനത്തിനും വന്യജീവി സംരക്ഷണ നിയമം പാലിക്കാത്തതിനുമാണ് കേസ്. തിരുവല്ല ക്ഷേത്ര മാനേജർ, അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥ, ആനയുടമ, ആനയുടെ പാപ്പാൻ എന്നിവരെ യഥാക്രമം 1 മുതൽ 4 വരെ പ്രതികളാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. കേസ് ഇന്ന് റാന്നി കോടതിയിൽ സമർപ്പിക്കും. വനം വകുപ്പ് സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്റർ ബി രാഹുൽ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരായ പി ജോൺ, വി ആർ ഷുഹൈബ്, പി എ നജിമോൻ, ഐ ദിലീപ് എന്നിവരുടെ സംഘം കഴിഞ്ഞ ദിവസം രാവിലെ ക്ഷേത്രത്തിലെത്തി മൊഴി രേഖപ്പെടുത്തിയാണ് കേസെടുത്തത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടറും കുത്തേറ്റ ക്ഷേത്രത്തിലെ ആനയായ തിരുവല്ല ജയരാജനെ പരിശോധിച്ചിരുന്നു. ആനയ്ക്ക് പരിക്കോ കാര്യമായ കുഴപ്പമോ ഇല്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജയരാജൻ ആനയെ ഇന്നലെ കുത്തിയ വേണാട്ടുമടം ശ്യാം എന്ന ആനയെ രാത്രിയിൽ തന്നെ തിരികെ കൊണ്ടുപോയിരുന്നു. ഈ ആനയെ എഴുന്നള്ളിക്കുന്നതിന് ദേവസ്വത്തിന് വനം വകുപ്പിൻ്റെ അനുമതി ലഭിച്ചിരുന്നില്ല. ആനയെ എഴുന്നള്ളിക്കുന്നതിന് ദേവസ്വത്തിൽ നിന്ന് ഫെബ്രുവരി 27-ന് വനം വകുപ്പിന് അപേക്ഷ ഇമെയിൽ ചെയ്തിരുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ വനം വകുപ്പ് ഓഫീസിൽ അപേക്ഷ ലഭിച്ചില്ലെന്നാണ് അവരുടെ നിലപാട്. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.